അപ്പം ഇന്ന് മോർണിംഗ് ഒരു അടിപൊളി കിടിലൻ ലഞ്ച് ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ ഇന്ന് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വൻപയർ മെഴുക്കുപുരട്ടിയാണ്. അപ്പം ഞാനാണെങ്കിൽ ഓൾറെഡി വൻപയറാണെങ്കിൽ മോർണിംഗ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. ഇനി അത് നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്ക് കുക്കറിലിട്ട് ഒരു 2 വിസിലടിപ്പിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഒരു പാകത്തിനുള്ള വേവിന് അത് ആയി വരും കേട്ടോ. സാധാരണ ഞാൻ ഇതിനു മുമ്പ് 2 കൂടുതൽ വിസിൽ വെച്ചപ്പോഴത്തേക്കാണെങ്കിൽ ഈ വൻപയറാണെങ്കിൽ ഒരുപാട് അങ്ങ് വെന്ത് പോയി. എനിക്കപ്പോൾ അത്രയും ഒന്നും വേവണ്ട, അതുകൊണ്ട് ഞാൻ 2 അടുപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി മെഴുക്കുപുരട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. പിന്നെ ഇതിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശകലം സവാള ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊന്ന് ആയിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ, ഈ സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കേട്ടോ. അപ്പം ഇത് എന്താ പറയുക, എന്നിട്ട് ഇത് താണ്ടി നമ്മുടെ അടുപ്പിൽ വെച്ചിരുന്ന പാൻ ചൂടായപ്പം അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയാണെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര കട്ട പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ ഞാനത് ഇട്ട് കൊടുത്തു. പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും വെളുത്തുള്ളിയും കൂടി ഇതിലോട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് വാടുന്ന വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുരുമുളകിൻ്റെ ആ ടിന്നിലിട്ട് ഇങ്ങനെ തിരിക്കാൻ നോക്കിയിട്ട് അത് പൊടിഞ്ഞ് വരുന്നില്ല. ഇങ്ങനെയൊക്കെയോ പിന്നെ അത് റെഡിയാക്കി എടുത്തു. പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. പിന്നെ ഒരല്പം എന്താ പറയുക, മുളക് പൊടി കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ, കാരണം ഞാൻ കുരുമുളക് പൊടി ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് കൊണ്ട് കേട്ടോ. ഇതിന് ശേഷം ഇതൊന്നിൻ്റെ എന്താ പറയുക, പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന വൻപയർ കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇന്നത്തെ വൻപയർ